നമ്മൾ പറഞ്ഞു വന്നത് octahedral complexന്റെ substitution reaction പറ്റിയാണ്. And we have been talking about the inertness and lability and the explanation for this inertness and lability based on the valence bond theory. ഇവിടെ കണ്ടു എങ്ങനെയാണ് inner orbital complexes inert ആവുന്നത്, എങ്ങനെയാണ് outer orbital complexes labile ആവുന്നത്, എങ്ങനെയാണ് inner orbital complexes തന്നെ d0 d1 d2 ഒക്കെ വരുമ്പോൾ അത് ഇനർട്ട് ആവാനുള്ള ലബൈൽ ആവാനുള്ള സാധ്യത എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇതിൽ മിക്കവാറും നമ്മൾ ഒബ്സർവേഷനായിട്ട് നോക്കുമ്പോൾ എക്സ്പെരിമെന്റൽ ഇതിപ്പോ നമ്മൾ പ്രഡിക്ഷൻ ആണ്, ഇങ്ങനെ വന്നാൽ അത് ഇനർട്ട് ആവും, ഇങ്ങനെ വന്നാൽ ലബൈൽ ആവും. അത് എക്സ്പെരിമെന്റൽ ഒബ്സർവേഷനായിട്ട് വളരെ ഒത്തുപോകുന്നുണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. ആ ഒരു വ്യത്യാസം കാണുന്നത് ഈ പറഞ്ഞ നമ്മൾ പറയാൻ പോകുന്ന നിക്കൽ 2 കോംപ്ലക്സിനെ പറ്റിയാണ്. നിക്കൽ 2 കോംപ്ലക്സ് Ni2+. Nickel 2 complex is having a D8 configuration. And you know, D8 configuration means it can never form an inner orbital complex. It is a outer orbital complex because hybridization is sp3d2. 2 d orbital വേണം. D8 ആകുമ്പോൾ 4 orbitals completely filled ആണ്. എങ്ങനെ നോക്കിയാലും 1 2 3 4 5 6 D8 ഇങ്ങനെ ഉണ്ടാവുക. ആ D8 പെയർ ചെയ്താൽ പോലും എന്താണ് ഒരു ഓർബിറ്റൽ 2 d വേണം. ഒരു ഡി അവിടെ ഒരു ഡി അപ്പുറം എടുക്കാൻ പറ്റില്ല, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പാരിങ്ങനൊന്നും ബാധിക്കാതെ പുറത്ത് വെച്ചിട്ടാണ് അത് ഹൈബ്രിഡൈസ് sp3d2. And you know, all outer orbital complexes should be labile. പക്ഷേ ഈ കോംപ്ലക്സ് നിക്കൽ 2 octahedral complexes are found to be inert. നമ്മൾ നേരത്തെ വാലൻസ് ബോണ്ട് തിയറിയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഈ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വാലൻസ് ബോണ്ട് തിയറി ഒരു ഡ്രോബാക്ക് ആണ്. വാലൻസ് ബോണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്താല് നിക്കൽ 2ന്റെ octahedral complexes ലബൈൽ ആണ്, യഥാർത്ഥത്തില് അത് ഇനർട്ട് ആണ് എന്നൊരു പ്രശ്നം നമ്മൾ അവിടെ അന്നേരം പറഞ്ഞിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞ റിയാക്ഷൻ പഠിക്കുമ്പോൾ കൂടുതൽ അറിയുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞ എക്സ്പ്ലനേഷൻ വെച്ച് നോക്കി കഴിഞ്ഞാല് മിക്കവാറും എല്ലാ ഒബ്സർവേഷനും ശരിയാണ്. ആകെ ഒരു വ്യത്യാസം കാണുന്നത് ഇതാണ് നിക്കൽ 2 octahedral complexന്റെ കേസിൽ. Actually, they are found to be inert, but they are predicted to be labile because they are outer orbital complexes. They can never be inner orbital complexes because of the presence of 8 electrons in the inner d shell. Okay? പക്ഷേ ഈ പ്രശ്നത്തിന് നമ്മൾ അടുത്ത തിയറിയിൽ നമുക്ക് പരിഹാരം കാണാൻ കിട്ടും. അതിന്റെ പേര് വേണം വാലൻസ് ബോണ്ട് തിയറി പോയി CFT അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് എ ഇനർട്ട് കോംപ്ലക്സ് തിയററ്റിക്കലി ആൻഡ് പ്രാക്ടിക്കലി. അവിടെ രണ്ടും യോജിക്കും. ഇവിടെ തിയററ്റിക്കലി എന്താണ് ലബൈലാണ്, ആക്ച്വലി ഇനർട്ടാണ്. മനസ്സിലായില്ലേ? പക്ഷേ ക്രിസ്റ്റൽ അടുത്ത തിയറി നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ അടുത്ത തിയറിയിലേക്ക് പോവാം. ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ദി crystal field theory to explain inertness and lability. നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു എന്തായിരുന്നു? ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. ദാറ്റ് ഈസ് if you have a single electron in the d orbital, that will be in the d2 orbital. We can say that yes, this is 0.4 delta O. This is 0.6 delta O. This is positive and this is negative. ഇത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. സോ ഈ ആവറേജ് വാല്യൂയിൽ നിന്ന് ഇത് താഴെയാണ്. that means it explains, so that it represent a gain of energy or it is a gain and this is a loss. അപ്പോൾ കൂടുതൽ സ്റ്റേബിൾ ആകുന്ന ഇലക്ട്രോൺസുകളുടെ നമ്പറാണ് ഇതാ. So CFSE is actually energy gained by S delta O 0.4 delta O. So if you have only a single electron, that is a CFSE നമ്മൾ നേരത്തെ പഠിച്ചത് is equal to -0.4 delta O, നെഗറ്റീവ് ആണ്. And if you have that is for D1, for D2 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ that will be -0.8 delta O. 3 D3 ആണെങ്കിലോ -1.2 ഡെൽറ്റ O അല്ലെ. 0.4 കൂട്ടി 3 കിട്ടും. നാലാമത്തത് ഇവിടെ വരികയാണെങ്കിൽ എന്താ CFSE മാറ്റം വരും? നാലാമത്തത് ഇവിടെയാണെങ്കിൽ that will be -1.2 ഡെൽറ്റ O plus 0.6 ഡെൽറ്റ O. That is equal to yes, only -0.6 ഡെൽറ്റ O ആയി മാറും. ഇവിടെ ഇലക്ട്രോൺ പ്ലേസ് ചെയ്യുമ്പോൾ that represent instability, here it represent stability. കൂടുതൽ സ്റ്റേബിൾ ആണ്, ലോവർ എനർജിയിൽ ഫിൽ ചെയ്യുമ്പോഴാണ്. മനസ്സിലായില്ലേ? അത്ര എനർജി മോളിക്കുള്ളിൽ ആവാണെന്ന് അർത്ഥം. വെറുതെ എനർജി കയറ്റി വെക്കേണ്ട ഒഴിവാക്കാം. മനസ്സിലായില്ലേ? സോ വി കൻ സീ ദാറ്റ് ദിസ് ഈസ് അത് നമ്മൾ പഠിച്ചാണ് ക്രിസ്റ്റൽ ഫീൽഡ്
stabilization energy is energy gained by a molecule because of the placing the ligands at certain fixed points in space around the metal ion. If it is spherically, if it is spherically distributed, we can see that this is energy in the sun and the degenerate d square minus y square, d z square, dxy, y z, z x, okay, 2, 3, 4, 5. But the electrons fill here. Energy corner orbit like Marwari, T2G orbit, Kudian Maru, EG orbital, average value. Apple, 1 or 2 electrons will be the Philip of Kuda stability. It is called a crystal field stabilization energy. Okay. In a matter of energy that is called a crystal field activation energy. Crystal field activation. Before that, you can see that a molecule will react like this and the reactant, the product, and this is the activation state, you know. Okay, and this is known as the activation energy. Like the kinetics, activation energy. One molecule react to maximum energy acquire so that it can go into the product. Energy of the molecule and energy of the activation, the difference will be called the activation energy. This molecule must acquire additional that much energy so that it can react. So crystal field activation energy. Suppose we have a molecule like a ML5, ML5X, and if the molecule is undergoing a substitution reaction through a dissociative mechanism, we can see the first step involves the decomposition or dissociation of the complex into ML5 plus X. Okay? And if it is undergoing an associative mechanism, we can write a ML5X plus Y will give ML5XY. Okay? Then Y further react in ML5 by U X over 2. ML5 plus Y will be given. Dissociate ML5Y plus XI product ML5 plus Y will be given ML5Y. If the mechanism is dissociative, this 6 coordinate complex should change over to the 5 coordinate complex. And if it is associative, we can say that the 6 coordinate complex should get converted into a 7 coordinate. 6 coordinate complex is 5 6 7 and we have seen that the most preferred geometry of the 5 coordinate complex is a square pyramid, and this is a octahedral wedge. Energetically favorable intermediate 5 coordinate dissociation mechanism, that is a square pyramid. It involves a least movement of the ligands. And also in the case of a associative mechanism or 7 coordinate complex is formed and its preferred geometry is a octahedral wedge. Okay. For some of you ML5X in CFSE ML5X T2G orbit, EG orbit that is split now, so electrons we can calculate the CFSE for the ML6 coordinate complex. And once it breaks into a 5 coordinate complex and the geometry mari and splitting pattern mari, the CFSE will be different from the CFSE, no doubt. The point the CFSE of the 6 coordinate complex and the CFSE of the intermediate 5 coordinate complex will be different, no doubt, because they have a different geometries, and you know, in different geometries they have different splitting patterns. They are contained octahedral wedge, square planar octahedral geometry, type. The splitting is due to the approach of the ligand along a particular direction towards the metal, and the relative position of the ligand and that of the orbital. So, splitting CFSE of the 6 coordinate octahedral complex and the CFSE of the 5 coordinate square pyramidal complex will be different. And also remember that the greater the CFSE, the greater will be the stability of that species.
Okay. അത് ഇവിടത്തേക്ക് പോയാലും അതിനാണ് സ്ഥിതി. If the mechanism is associative, we can again say that the cis coordinate complex can change over to the 7 coordinate complex in the CFSE. ഇതിനാണ് CFSE ML5X ൻ്റെത്. പക്ഷേ ML5X ൻ്റെ കൂടി y ചേരുമ്പോൾ ഉണ്ടാകുന്ന 7 coordinate complex in the CFSE വേറെ ഒന്നായിരിക്കും. പറയുന്നത് മനസ്സിലുണ്ടോ? ഇവിടെ ആയാലും അവിടെ ആയാലും the CFSE of the substrate, okay, and the CFSE of the intermediate formed will be different. And CFSE is the factor which stabilizes that species. But നമുക്ക് രണ്ട് വ്യക്തി ചിന്തിക്കാം. Suppose the CFSE of this is say 5. ഒരു വാല്യൂ നമ്പർ വെറുതെ കൊടുക്കണം. 5 ന് അർത്ഥമൊന്നുമില്ല. ഇത്ര ഡെൽറ്റ നോക്കിയാൽ വരുമോ? അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. നമ്മളതിലേക്കൊന്നും പോകുന്നില്ല. 5. ഇത് 6 ആയി മാറുന്നത്. This is of course -5. This is -6. ഇപ്പോൾ നെഗറ്റീവ് ആയിരിക്കും അല്ലേ? നെഗറ്റീവ് -5 -6 ആണെങ്കിൽ see, when going from the cis coordinate complex into cis coordinate complex into the 5 coordinate complex, we can see that there is a gain of CFSE. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ CFSE ഇവിടെ CFSE എത്രത്തോളം നെഗറ്റീവ് ആണ് അത്രയും അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും നമുക്കറിയാം. The more negative is the CFSE value, the more stable is the species. We can say that yes, the intermediate 5 coordinate complex in this case will be more stable than this one. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? Okay, and so we can say that this will act as a driving force towards the dissociation of the cis coordinate complex into the 5 coordinate complex. Love one. There must be -5 ന്റെ സ്ഥാനത്ത് ഇവിടെ -4 എന്ന് വന്നാലോ? അപ്പൊ നമ്മൾ നേരെ തിരിച്ചായി this is more stable. അപ്പൊ CFSE വരുന്നൊരു വ്യത്യാസം മനസ്സിലാട്ടോ? CFSE വരുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് crystal field activation energy എന്ന് പറയുന്നത്. And if the CFSE increases, negative value ആണ് ശ്രദ്ധിക്കുക, നെഗറ്റീവിലാണ് പറയുന്നത്. If the CFSE increases from -5, actually decreases, we can say ന്യൂമറിക്കൽ ഡിക്രീസ് ആണ്. പക്ഷെങ്കിൽ ഇത് ഒരു നെഗറ്റീവ് വാല്യൂ -5 -6 പോവാണ്. -1 ലാഭമാണ് അതിന്. മനസ്സിലായില്ലേ? That means yes, ഇത് -5 ഇത് -6 ആണെങ്കിൽ this is more stable, no doubt. ഇത് -5 ഇത് -4 ആണെങ്കിലോ this is more stable. ഇത് -5 അത് ഒന്ന് മുറിഞ്ഞിട്ട് അത് -4 സ്റ്റേറ്റിലേക്ക് പോകുന്നെങ്കിൽ അങ്ങോട്ട് പോകാൻ ടെൻഡൻസി ഉണ്ടാവില്ല. ബിക്കോസ് ദിസ് മോർ സ്റ്റേബിൾ. അതല്ല -5 ഉള്ള സ്പീഷീസ് ബ്രേക്ക് ചെയ്തിട്ട് -6 ഉള്ള സ്പീഷീസ് ആണ് ഉണ്ടാകുന്നെങ്കിലോ that is a favoring or that is a driving force. That means this dissociation will be easy. In that case this will be labile, and the other case it will be inert. അതാണ് പ്രധാന പോയിന്റിൽ വരുന്നത്. തീർന്നില്ല, കാര്യങ്ങൾ കുറച്ചുകൂടി പറയാൻ. എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ്? നമ്മൾ പറഞ്ഞ നമുക്ക് എന്തായിരുന്നു? ക്രിസ്റ്റൽ ഫീൽഡ് ആക്ടിവേഷൻ എനർജി. Crystal field activation energy is actually the CFSE of the intermediate complex minus the CFSE of the substrate. CFSE of the intermediate complex minus the of the substrate. CFAE is equal to the difference of the two CFSEs. CFSE of the intermediate complex minus that of the substrate. From -6 -5 that will be -1. അത് എപ്പോഴും നെഗറ്റീവ് ആകുന്നത് അത് പ്രിഫർ ചെയ്യുന്നതാണ്. That means in this case the dissociation is favored. That means it is a labile complex. മറ്റേ നമ്മളോ മറ്റേ -4 -5 that will be +1. -4 -5 that will be +1. That means it will be inert. തീർന്നില്ല. You can see that ഇത് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. If you want to calculate the CFSE of these two things, you will have to make a lot of assumptions, adjustments. ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടി വരും. ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ we see that this complex ML5X will not be a perfect octahedron. It is a perfect octahedron if it is ML6 or MX6. എല്ലാ ലിഗേനും ഒരുപോലെ മാത്രമേ അതെന്താവുള്ളൂ, അതൊരു പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൺ, റെഗുലർ ഒക്ടാഹെഡ്രൺ ആവുകയുള്ളൂ. 4 ലിഗേനും ഒരുപോലെ എന്തെങ്കിലും വ്യത്യസ്തമാണെങ്കിൽ we can see that it will not be a perfect octahedron. That means all the ligands will not be at the same distance from the metal. All the bonds will not be of equal strength. ശരിയല്ലേ?
Equations but assume we assume that all the metal ligand bonds are equal, or the ML5X is a regular octahedron. Assume they know. Assume there. And also you disregard any Jahn-Teller distortion. Jahn-Teller distortion is Jahn-Teller distortion is two ligands, Z-axis, x-axis, two ligands, Jahn-Teller theorem. Effect, ligand distance assume inter-electronic repulsion, Raka parameters, Nephloxetic effect, inter-electronic repulsion neglect. And the DQ value for octahedral and square pyramidal, or octahedral and octahedral beds is assumed to be the same. Okay, approximations are approximation very complicated calculations. Assumptions adjustment first of all, yes, the octahedral, the cis-coordinate complex on substrate is considered to be a perfect octahedron. Secondly, any Jahn-Teller distortion is neglected. Any inter-electronic repulsion will be there. Any Jahn-Teller distortion inter-electronic repulsion also is neglected. The DQ values for octahedral, square pyramidal and octahedral bed all are supposed to be the same. This approximation crystal field activation energy. Okay. That is negative or positive inner top, labilo, I mark the crystal field activation energy in the that is actually the difference between the CFSE of the intermediate complex and the original complex. Original complex means the substrate. Substrate is the actual activation energy for the substitution reaction is not simply this approximation of the value reaction in the actual activation energy. We know that the crystal field activation energy is the only one of the main contributors to the total activation energy of the reaction. Complication so, crystal field activation energy molecule reactive activation energy main contributor. That is the crystal field activation energy. And physically, you understand that to model reacting complex in the intermediate complex in the crystal field stabilization energy. Dissociated associated 5 coordinate or 7 coordinate complex in the active CFSE. If it is greater than that of the substrate molecule, then there is a easiness for the reaction, or such reaction will proceed faster because that's a driving force, because once it dissociates into 5 coordinate or associate to very cis-coordinate complex, but ligand 7 coordinate complex and CFSE we can see that such a molecule will be reacting through the associative mechanism, and that will be a labile complex. Similarly, if the cis-coordinate complex on dissociation to a 5 coordinate complex have a greater crystal field
stabilization energy, then we can say that such a molecule will react by the dissociative mechanism and also it will be a labile complex. തിരിച്ചാണെങ്കിലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ CFSE ഒരു കുറവാണ് വരുന്നത്. നേരത്തെ CFSE -10 ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ -8 ആയാലേ എന്താ സംഭവം? അതിന് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന കാരണം -10 -8 വന്നത്. അതിനകത്തൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ചെയ്യില്ല. അത് റിയാക്ട് ചെയ്താൽ തന്നെ വളരെ സ്ലോ ആയിരിക്കും. അതും ഏത് മെക്കാനിസത്തിലും, ഡിസോസിയേറ്റീവിലും അസോസിയേറ്റീവിലും. ഏതാ മെക്കാനിസം നമ്മൾ പറയുന്നില്ല. ഏതൊരു മെക്കാനിസത്തിൽ ഒരു ഫേവർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ആ വഴിക്ക് റിയാക്ഷൻ നടക്കും, ആ വഴിക്ക് അത് ലബൈലാവുകയും ചെയ്യും. ഒരു വഴിക്കും ഒരു ഗുണം കിട്ടുന്നില്ലെങ്കിൽ നടക്കുകയില്ല, അത് ഇനർട്ടും ആയിരിക്കും. അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന്റെ CFSE ഓഫ് ദി intermediate complex minus CFSE of the original complex, that is the crystal field activation energy. അതെന്താവും? അത് നെഗറ്റീവ് -6 -5. ഇത് -5നേക്കാൾ ഇത് കൂടുതലാണ്. -6 CFSE കൂടുതലാണ്, കുറവല്ല. Numerically it is less, but CFSE is greater. We can say it is more stable actually by coordinate complex here. അവരെടുത്ത് 6 പോകാമല്ലോ. 6 നമ്പർ ആയിരിക്കുന്നത്. ഇവിടെ വാല്യൂ കൊടുക്കുക. ഇത് -9 ആണ്, ഇത് -12 ആണെങ്കിൽ you can see that it's a driving force because it gains much CFSE when it is converted from 6 coordinate into 7 coordinate. ഇതാദ്യം പറഞ്ഞിട്ട് നമ്മൾ കണക്കൂട്ടി എടുക്കണം. എങ്ങനെ കണക്കൂട്ടി എടുക്കാൻ നമ്മൾ ഒരുപാട് അപ്രോക്സിമേഷൻസ് നടത്തണം. അതിൽ പ്രധാനപ്പെട്ട 4 അപ്രോക്സിമേഷൻസ് ആണ്. ഒന്ന്, DQ value is considered to be the same for different geometries. You know, actually the DQ values are different for different geometries. അല്ലേ? ഒക്ടാഹെഡ്രലിന്റെ DQ എല്ലാം ടെട്രാഹെഡ്രലിന് വേറെയാണ്. ഇവിടെ എല്ലാം ഒന്നായിട്ട് കാണുക. എല്ലാ ലിഗേൻസിലും ഒരുപോലെ കാണുക. These MN5Xലുള്ള എല്ലാ ലിഗേൻസും ഒരുപോലെ കാണുക. അല്ലെങ്കിൽ it is considered to be a perfect octahedron. And any Yan-Tellor distortion possible is neglected. And also inter-electronic repulsions are also neglected. And applying all these approximations, you can calculate the CFSE for a 6 coordinate octahedral complex and a corresponding CFSE for a 5 coordinate square planar complex. And if the mechanism is dissociative, we can say which all complexes will react as easily by dissociative mechanism. ഈ കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ കോംപ്ലക്സ് ആണ്. D0 മുതൽ D10 വരെ എല്ലാം ഇലക്ട്രോൺ എണ്ണം വെച്ചാണ് നമ്മൾ CFSE കൊടുക്കുന്നത്. D0 വരുമ്പോൾ എങ്ങനെയുണ്ട്, D1 വരുമ്പോൾ എങ്ങനെയുണ്ട്, D2, D3, D4, D5, D6, D7, D8, D9 ആൻഡ് D10. ഓരോ D ഇലക്ട്രോൺ കോൺഫിഗറേഷനിലും ഇതിന്റെ CFSEയും ഇതിന്റെ CFSEയും നമുക്ക് കണക്കൂട്ടാം. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് വ്യത്യാസം കാണാം. അതേപോലെ 6 7 ആയി പോകുമ്പോഴേ, അതായത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെയും ഒക്ടാഹെഡ്രൽ വെഡ്ജ് കോംപ്ലക്സിന്റെയും CFSE നമുക്ക് ഇതേപോലെ കണക്കൂട്ടാം. ഓരോന്നിന്റെയും ഫ്രം D0 to D10 ഇങ്ങനെ കണക്കൂട്ടി നമ്മൾ ടേബിൾ എഴുതിയിട്ട് ഈ ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസ് എടുത്തിട്ട് പറഞ്ഞ പോലെ ഇത് കൂടുതലും ഇത് കുറവാണെങ്കിൽ that is a labile, that will be a labile complex. മറ്റേ കേസിലെ that will be an inert complex. പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് ആക്ടിവേഷൻ എനർജി? ഇങ്ങനെ കണക്കൂട്ടി കിട്ടുന്ന വാല്യൂ ശരിയാവില്ല എന്നുള്ള വേറെ പ്രശ്നമുണ്ട്. കാരണം എന്താണ്? കാരണം നമ്മൾ we have applied a few approximations apply തന്നെ കറക്റ്റ് വാല്യൂ ഒന്നും കിട്ടില്ല, ഏകദേശം ഒരു വാല്യൂ കിട്ടും. പക്ഷെ ആ വാല്യൂ വെച്ചിട്ട് നമ്മളെ പ്രഡിക്ഷൻ മിക്കവാറും ശരിയാവും. ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് മാത്രമേ വരുള്ളൂ, ഏകദേശം ശരിയായി വരുന്നുണ്ട്. എന്ത് ഏതൊക്കെ കോംപ്ലക്സ് ആണ് ഇനർട്ട്, ഏതൊക്കെ കോംപ്ലക്സ് ആണ് ലബൈൽ, നമുക്ക് ഇതിന്റെ ഡി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വെച്ച് പറയാൻ പറ്റും. അതായത് ഡിസോസിയേറ്റീവ് മെക്കാനിസം, അസോസിയേറ്റീവ് മെക്കാനിസം, ഏതൊരു മെക്കാനിസത്തിൽ ഇത് പറഞ്ഞ ഒരു ലാഭം ഉണ്ടെങ്കിൽ ആ വഴിക്ക് അത് റിയാക്ട് ചെയ്യും. കാരണം ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂള് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സിലേക്ക് പോകുമ്പോൾ CFSE ഒരു ലാഭം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വഴിക്ക് റിയാക്ട് ചെയ്ത് പോകും. വെദർ ബി അസോസിയേറ്റീവ് ഓർ ഡിസോസിയേറ്റീവ്. സമപ്പെടുന്നതിന് such a reaction will be faster, we say such a complex is a labile complex. മറ്റേ കേസിലാണ് റിയാക്ട് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായിരിക്കും, it will be slow ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതിന് നൗ നമ്മൾ ചെയ്യുന്നില്ല, കണക്കൂട്ടിയതിന്റെ റിസൾട്ട് മാത്രമേ നമുക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. നൗ വി ആർ ആക്ച്വലി കാൽക്കുലേറ്റിംഗ് ദ CFSE for different d electron configurations starting from D1 to D10. And what do you get? We get a CFSEs for say octahedral and
square pyramid. That is for a dissociative mechanism, or octahedral and a octahedral wedge for a associative mechanism. ഇതിൽ തന്നെ നമ്മൾ D0, D1, D2, D3 വരെ ഒരു പ്രശ്നമില്ല. D4 വരുമ്പോൾ രണ്ട് ടൈപ്പ് ആവും. D4 will be either as high spin or low spin. High spin means a low field complexes. Low spin means a strong field complexes. Weak field, strong field. Strong weak ligand high spin ഉണ്ടാവും. So high spin or weak field complexes, low spin or strong field complexes. അപ്പോൾ D1, D2, D3 ഒക്കെ ഓരോരു പേര്. D1 ഒന്ന്, D2 ഒന്ന്, D3 ഒന്ന്. D4 വരുമ്പോൾ D4 high spin and D4 low spin. ഈ രണ്ടെണ്ണം കാണിക്കുന്നു അല്ലേ? D5 അതെ, D6 അതെ, D7 അതെ. D8, D9, D10 ആകുമ്പോൾ പിന്നെ ഒന്നുണ്ടാവും. ശരിയല്ലേ? D8 എന്ന് പറഞ്ഞാൽ മറ്റൊരു കോൺഫിഗറേഷൻ T2G6 ആൻഡ് EG2. D8 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. D9 എന്ന് പറഞ്ഞാൽ T2G6 EG3, D10 T2G EG4. D7 എന്ന് പറഞ്ഞാലോ D7 will be the 1 1 1 1 1 1 1. That is the low spin. മറ്റേതാണെങ്കിലോ 1 1 1 1 1 5 6 7 അല്ല, ഇത് രണ്ടാണ്. എന്താ പറഞ്ഞത്? അപ്പോൾ 7 വരെ, അതായത് 4 5 6 7 ഈ 4 സ്ഥലത്ത് ലോ സ്പിന് ഹൈ സ്പിന് വേറെ നമ്മൾ കണക്കൂട്ടും. ലോ സ്പിന്നിന് നമ്മൾ സാധാരണ പറയാ വീക്ക് ഫീൽഡ്, അതായത് സ്ട്രോങ് ഫീൽഡ് കോംപ്ലക്സ് എന്ന് പറയും. ഹൈ സ്പിന്നിന് വീക്ക് ഫീൽഡ് കോംപ്ലക്സ് എന്ന് പറയും. അപ്പോൾ അത്രയും കോംപ്ലക്സിന്റെ കേസിൽ രണ്ട് കാൽക്കുലേഷൻ ഉണ്ടാവണം. 1, 2, 3 കൺഫ്യൂഷൻ എപ്പോഴും എന്താണ്? അത് ഒരേ ടൈപ്പാണ്. 1, 2, 3 T2G3 ആണ്. 4 ആകുമ്പോൾ T2G3 EG1 T2G4 ആവും. 5 ആകുമ്പോൾ T2G3 EG2 T2G5 ആവും. 6 ആകുമ്പോൾ T2G6 ആവാം, അല്ലെങ്കിൽ T2G4 EG2 എന്നാവും. 7 ആകുമ്പോൾ T2G6 EG1 എന്നാവാം, അല്ലെങ്കിലോ T2G6 7 അല്ല, T2G6 EG1 എന്നാവാം, അല്ലെങ്കിൽ T2G5 EG2 എന്നാവാം. This is a low spin or strong field. This is a high spin or weak field, depending on delta. അപ്പോൾ ഇതിൽ ഓരോന്നിനുള്ള പ്രൊസീജിയർ മനസ്സിലാക്കാൻ പറയാം. നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോന്നിനുള്ള എന്തിന് ഒക്ടാഡൽ കോംപ്ലക്സിന്റെയും കറസ്പോണ്ടിങ് അല്ല സ്ക്വയർ പിരമിഡ് കോംപ്ലക്സിന്റെയും CFSE is calculated by applying all the approximation that we have mentioned. നമ്മൾ മെൻഷൻ ചെയ്ത അപ്രോക്സിമേഷൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് പോകണം. എല്ലാം കണക്കൂട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കണക്കൂട്ടിയിട്ട് നമുക്ക് വാല്യൂസ് എടുക്കാം. മനസ്സിലായില്ലേ? അതേപോലെ മെക്കാനിസം അസോസിയേറ്റീവ് ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് ഒക്ടാഡൽ വെഡ്ജാണ് അസ്യൂം ചെയ്തിട്ട് we can again calculate വെഡ്ജാണ് സാധ്യത കൂടുതൽ അറിയാം. We can again calculate the CFSE for octahedral complex and also that of a octahedral wedge complex. Again for all these configurations D1 to D10 and D4 by D5, D6, D7 with high spin and low spin. 10 14 എണ്ണുണ്ടാവും. D1 to D10 10 ഉണ്ടാവും. D0 കൂട്ട 11 ഉണ്ടാവും. D0 ആവശ്യമില്ല. D1 to D10 ഉണ്ടാവും. പിന്നെ അതിന്റെ കൂട്ടത്തിലുള്ള ഹൈ സ്പിൻ ലോ സ്പിൻ 14 എണ്ണം ഉണ്ടാവും. ഈ 14 എണ്ണത്തിന്റെയും CFSE നമ്മൾ ഒക്ടാഹെഡ്രലിൽ കൂട്ടുക, സ്ക്വയർ പിരമിഡിൽ കൂട്ടുക, ഒക്ടാഹെഡ്രൽ വെഡ്ജിൽ കൂട്ടുക. ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഡിസോസിയേറ്റീവ് മെക്കാനിസത്തിന്റെ ആക്ടിവേഷൻ എനർജി കാണാം. octahedral wedge compare it, you can calculate the activation energy for crystal field activation energy for associative mechanism. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായതോ? ഇതിന് എന്താ മെച്ചം കിട്ടുക? നേരത്തെ പറഞ്ഞ പോലെ ഇത് അങ്ങോട്ട് പോകുമ്പോൾ ലാഭം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എന്തായിരിക്കും? ലഭയിലായിരിക്കും. നഷ്ടമാണെങ്കിൽ അത് ഇനർട്ടായിരിക്കുന്ന യഥാർത്ഥത്തിൽ വരുന്ന പോയിന്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വാല്യൂസ് ഒന്നും കാണണ്ട, ജനറൽ ആയിട്ടുള്ള അതിന്റെ ഒബ്സർവേഷൻ ഒന്ന് നോക്കാം. ഇപ്പം എന്തായാലും സമയമില്ല.